ഇതാണ് ട്രക്കിങ്. 600 രൂപയാണ്. 3 പേർക്ക് 600 രൂപക്ക് പോകാം. പിന്നെ ഞാൻ സോളോ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരാൾക്കേ പോകാൻ പറ്റിയിട്ട്. കാരണം ഇവിടെ ആളുകളും ചിലപ്പോൾ കുറവാണ്, അപ്പോൾ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ 3 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ട്രക്കിങ് തുടങ്ങാൻ പോവുകയാണ്. 3 hours ട്രക്കിങ്ങാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ട്രക്കിങ് കൂടെ വരുന്നത് ഒരു ഗൈഡുണ്ട്. അപ്പോൾ കൂടെ വരുന്ന ഒരു വനിതാ ഗൈഡായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു വനിതാ ഗൈഡ് കൂടെ വരുന്ന അപൂർവം വന്യജീവി സങ്കേത. കാരണം ഞാൻ പോയ വന്യജീവി സങ്കേതം ഒരു പുരുഷ ഗൈഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വനിതാ ഗൈഡുണ്ട്. ഇതൊരു ക്യാൻറ്റീൻ തന്നെ, വനിതാ ക്യാൻറ്റീൻ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ട്രക്കിംഗ് ആസ്വദിക്കാം. ഒരു ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് എത്ര വർഷമുണ്ട്? ഇതൊരു മരുന്നാണ് കേട്ടോ. ചേരെന്ന് പറഞ്ഞ മരം നമുക്ക് അലർജി ഉണ്ടാക്കുമ്പോ ഈ മരത്തിന് വന്ന് ചുറ്റണം. ഓ ശരി ശരി. 7 തവണ വന്ന് വലം വെച്ച്. ഓ അങ്ങനെ ഒരു ചടങ്ങ് മാതിരി അല്ലേ? ഓക്കെ. ഓ തേക്ക്. ശരിയാണ്. ഫോറസ്റ്റുകാരൻ തന്നെ പ്ലാന്റ് ചെയ്ത് വെക്കുന്നല്ലേ? ഇതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിൽ പെടുവോ? ഇല്ലല്ലേ, പശ്ചിമഘട്ടത്തിൽ പെടുവോ ഈ മലനിരകളൊക്കെ? കടുവ, മാന്തി. അപ്പോൾ ഇതൊരു അതിർത്തി ആയിരിക്കും എൻ്റെ മുന്ന്. പേടി. ഓ പുല്ലിയാനി അല്ലേ? ആ അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെട്ടണോ? ഓ ഇപ്പൊ ഒന്നും ഉണ്ടാവത്തില്ല. ആ പേരാല്. ആ ഓ ശരി. ശരി. ഓ അതിന്റെ മേലെ വന്ന് നിൽക്കുന്നത്. അതിന്റെ മേലെ ഒരു മരം വന്നു. ശരി. ഒരു തണലായിട്ടല്ലേ? വേറെ ആൾക്കാർ വരുന്നുണ്ട്. ആന ഇത്രയും വലിയ മലകളൊക്കെ ഇറങ്ങുന്നത് തന്നെ അത്ഭുതമാണ്. ഡാമിൽ വെള്ളം കുടിക്കാൻ വരൂലേ? ഡാമിൽ വൈകുന്ന 3 കിലോമീറ്റർ. ശരി. ആ ഓ അങ്ങനെ. ശരി.
കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ യാത്ര തുടരാണ്. 3 കിലോമീറ്റർ കാടും 8 കിലോമീറ്റർ ഡാമിൻ്റെ പരിസരവുമാണ് ട്രക്ക് ചെയ്യുന്നത്. കുരുമുളകൊക്കെ ഉണ്ട് പിന്നെ. ആ ഓ ആ കടുവയുടെ കാഷ്ടമൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു കടുവയുടെ പാടുകൾ മരത്തിൻ്റെ. ഓ ഇത് എത്ര വർഷം ഉണ്ടോ ഇത് പഴക്കം? അതെ, മലയണ്ണനോ ഒരു കൂട്ടിലെല്ലാം ഇരിക്കുക. പല സ്ഥലത്ത് പല കൂടുകളായിരിക്കും. ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാ അവരെ തടാൻ വേണ്ടി വരില്ലേ. മലയണ്ണനെ പിടിക്കാൻ വരുമ്പോ മലയണ്ണൻ ഒരു കൂടുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് വരും. നിലത്ത് കൂട് വെച്ച് ഏത് കൂട്ടിലാണെന്ന് മനസ്സിലാവില്ലേ. എല്ലാ മരങ്ങളും അതിന്റെ കൂടുണ്ട്. പേര് മറന്നു കഴിക്കണ്ടേ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചില മൃഗങ്ങളുടെ ഒന്നും സ്മെല്ലാണ്. ആ ഓ ഇതല്ലേ ഇങ്ങനെ ചോപ്പ് അല്ലേ? അതിനെന്ത് വേറൊരു പേരുണ്ടല്ലോ അതിൻ്റെ ഒരു മുട്ടിപ്പഴം. കഴിക്കാൻ പറ്റുന്നതാണോ? അത് ശരി, ഇതെങ്ങനെ കഴിക്കാം? ആ ഞാൻ ഇതുവരെ അങ്ങനെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. വട്ടിപ്പഴം നല്ല ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഉള്ളില് അതേപോലെ തന്നെ അതിന്റെ തോട് കളഞ്ഞിട്ട് ഉള്ളിലത്തെ കഴിക്കും. ഇതിൽ കണ്ടല്ല ഇതിൽ കഴിച്ചിട്ടൊന്നുമില്ല.